സംസ്ഥാനത്തെ സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് സ്കൂൾ ആരംഭിക്കുന്നത് മതപഠനം നടത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്നും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുമാണ് സമസ്തയുടെ ആവശ്യം. ഇത് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ മൗലികാവകാശത്തെയും മതപരമായ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുമെന്നും സമസ്ത നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിലെ സ്കൂൾ സമയക്രമം അനുസരിച്ച് സ്കൂൾ പഠനം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും മദ്രസകളിലും മറ്റ് മതപാഠശാലകളിലും എത്തുന്നത്. ഈ ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ഖുർആൻ പഠനം, ഇസ്ലാമിക ചരിത്രം, കർമ്മശാസ്ത്രം, അറബി ഭാഷ തുടങ്ങിയ വിഷയങ്ങളിൽ മതപരമായ അറിവ് നേടാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ സമയമാറ്റം നിലവിൽ വന്നാൽ സ്കൂൾ പഠനം രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 1 മണിക്ക് അവസാനിക്കും. ഇത് ദീർഘകാലത്തെ സ്കൂൾ പഠനത്തിന് ശേഷം കുട്ടികൾക്ക് മതപഠനത്തിനായി ആവശ്യമായ ഊർജമോ സമയമോ ലഭിക്കാതെ വരുമെന്ന ആശങ്ക സംസ്ഥ ഉന്നയിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഉച്ചവരെ നീളുന്ന സ്കൂൾ പഠനം തന്നെ അവരെ മാനസികമായും ശാരീരികമായും ക്ഷീണിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം ഉടൻ തന്നെ മറ്റൊരു പഠനത്തിലേക്ക് പോകുന്നത് കുട്ടികളിൽ അമിത ഭാരമുണ്ടാക്കും. ഇത് മതപഠനത്തോടുള്ള അവരുടെ താല്പര്യം കുറയ്ക്കാനും അതുവഴി ദീനി വിദ്യാഭ്യാസത്തിന് വലിയൊരു തിരിച്ചടിയാകാനും ഇടയാക്കുമെന്ന് സമസ്ത ആശങ്കപ്പെടുന്നു. മതപരമായ മൂല്യങ്ങൾ പഠിച്ചു വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ഈ തീരുമാനം അതിന് തടസ്സമാകുമെന്നും സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷികളുമായും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുമായും ആവശ്യമായ ചർച്ചകൾ നടത്തിയില്ല എന്നും സംസ്ഥ വിമർശിക്കുന്നു.